17-ാം നൂറ്റാണ്ടിലെ കടൽ തീര ഗ്രാമമായ ചാവക്കാട് അന്ന് കടലിന്റെ തരംഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന അനവധി കഥകളുടെ നാടാണ്. എന്നാൽ ആ കഥകളിൽ ഏറ്റവും ഭയാനകമായത് കടലിന്റെ കരയ്ക്ക് ചേർന്ന് ഉയർന്നു നിന്നിരുന്ന പോർച്ചുഗീസ് കോട്ടയുടെ കഥയായിരുന്നു. നാട്ടുകാർക്കിടയിൽ ചാവക്കാട് കോട്ട എന്ന് കേട്ടാൽ പോലും ഭയം നിറഞ്ഞു പോകുന്ന അവസ്ഥ. കാരണം ആ കോട്ടയെ പണിത പോർച്ചുഗീസ് ക്യാപ്റ്റന്റെ രക്തതുല്യമായ ജീവിതവും മരണത്തിനു മുൻപ് അവൻ ഉദ്ധരിച്ച ശാപവും ഇന്നും ആ മതിലുകളിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുകയാണ്. കോട്ടയുടെ ചുവരുകളിൽ നിന്നും രാത്രിയിൽ ചുവന്ന പാടുകൾ ഒഴുകുന്നത് കണ്ടതായി പലരും പറയും. കടൽക്കാറ്റിൽ അന്യമായ നിലവിളികൾ കേൾക്കുന്നുവെന്ന് നാട്ടുകാർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അന്ന് പോർച്ചുഗീസ് ക്യാപ്റ്റൻ നാട്ടുകാരുടെ ദുസ്വപ്നം തന്നെയായിരുന്നു. അവൻ പിടിച്ചെടുക്കുന്നവരെ കോട്ടയ്ക്കുള്ളിൽ അടച്ചുവെച്ച് ആരും ഒരിക്കലും തിരികെ വരാത്ത വിധം ക്രൂരമായ മുറികളിൽ അവരെ കൊല്ലുകയും ചെയ്തു. ചിലരുടെ മൃതദേഹങ്ങൾ മതിലുകളിൽ ഒരു ചുമർ ചിത്രമായി മാറിയെന്നും അവൻ കുടിച്ച രക്തം ചുവരുകളിലൂടെ ഒഴുകി കോട്ടയെ ജീവനുള്ളതാക്കി മാറ്റിയെന്നും പറയപ്പെടുന്നുണ്ട്. നാട്ടുകാർ കൂട്ടത്തോടെ കലാപം നടത്തി അവനെ കൊന്നപ്പോൾ പോലും അവൻ്റെ കണ്ണുകളിൽ അഗ്നി പോലെ കത്തിയ കോപം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കോട്ടയുടെ അടിയിൽ അവനെ അടക്കം ചെയ്തപ്പോൾ അവൻ മുഴക്കിപ്പറഞ്ഞ ശബ്ദം ഇന്നും നാട്ടുകാർ ഓർക്കുന്നുണ്ട്. എൻ്റെ രക്തം കുടിച്ച ഈ മതിലുകൾ ഒരിക്കലും വിശ്രമിക്കില്ല, എൻ്റെ ആത്മാവ് ഒരിക്കലും മടങ്ങുകയില്ല. കാലം ഒരുപാട് കടന്നുപോയി, കോട്ട പതുക്കെ ഉപേക്ഷിക്കപ്പെട്ടു. കടലിൻ്റെ ഉപ്പ് മതിലുകളെ തിന്നുകൊണ്ടിരുന്നു. പക്ഷേ മതിലുകൾ ഒരിക്കലും തകർന്നില്ല. പകൽ വെളിച്ചത്തിൽ സാധാരണയായ കോട്ട പോലെ തോന്നിയാലും രാത്രി ഇരുട്ട് വീണാൽ മതിലുകൾ ചുവന്ന നിറം തൂകുന്നത് പോലെ പലരും കണ്ടിട്ടുണ്ട്. കുറെ പേർ രാത്രിയിൽ കടന്നുപോയപ്പോൾ അവരുടെ ചെവികളിൽ അവരുടെ ഓരോ പേരുകൾ വിളിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ടെന്നും നിലത്ത് നടക്കുമ്പോൾ ആരോ കാലുകളിൽ പിടിക്കുന്നുവെന്ന് തോന്നിയിട്ടുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട്. 2005 ഒരു കൂട്ടം യുവാക്കൾ ഭയം മറന്ന് കോട്ടയ്ക്കുള്ളിൽ ക്യാമ്പ് ചെയ്യാൻ പോയി. അവർ പറഞ്ഞത് ഭയമൊന്നുമില്ല, കഥകളെല്ലാം നാട്ടുകാരുടെ അന്ധവിശ്വാസം മാത്രമാണ്. രാത്രി 12 മണിയായി കാണും. അവരുടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഭാഷയിലുള്ള നിലവിളികൾ പതിഞ്ഞിരുന്നു. ആദ്യം അത് കടലിൻ്റെ ശബ്ദമാണെന്ന് കരുതിയെങ്കിലും പിന്നീട് അതവർ മനസ്സിലാക്കി അതൊരു മനുഷ്യൻ്റെ നിലവിളിയാണ്. എന്നാൽ ആരുടെയും വായ തുറന്നിരുന്നില്ല ആ സമയം. റെക്കോർഡിംഗ് കേട്ടപ്പോൾ അവരുടെ ശരീരത്തിൽ രോമാഞ്ചം നിറഞ്ഞു നിന്നിരുന്നു. ഒരാൾ വിറച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി, മറ്റൊരാൾ ക്ഷീണം വീണ് പിടിച്ച് താഴേക്ക് വീഴുകയായിരുന്നു. അതിനുശേഷം ആ യുവാക്കൾ ഒരിക്കലും ആ കോട്ടയുടെ പേര് പോലും പറയാൻ തയ്യാറായില്ല. ഒരാൾക്ക് പിന്നീട് ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു. ആരോടും സംസാരിക്കാതെ ഇരുട്ടിൽ കരയുകയും ചെയ്തു. മറ്റൊരാൾ രാത്രി മുഴുവൻ ആരോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. നാട്ടുകാർ പറഞ്ഞു അവർ കോട്ടയിലെ ശാപത്തെ ഉണർത്തി. ഇനി ഒരിക്കലും അവരുടെ ജീവിതം പഴയതുപോലെയാവില്ല. കോട്ടയ്ക്ക് ചുറ്റുമുള്ള കടൽ തീരത്ത് മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ രാത്രിയിൽ ഭയാനകരമായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു. ഒരു മത്സ്യത്തൊഴിലാളി പറഞ്ഞത്, ഞങ്ങൾ വല വീശുമ്പോൾ വെള്ളത്തിൽ നിന്ന് കൈകൾ പുറത്തേക്ക് വരുന്നത് കണ്ടുവെന്നാണ്. അത് മനുഷ്യൻ്റെ കൈകൾ പോലെയായിരുന്നു, പക്ഷേ വെള്ളത്തിനടിയിൽ ആരുമില്ല. കടൽ തന്നെ ജീവനുള്ളതുപോലെ തോന്നി. ആ രാത്രി തന്നെ വലയിൽ കുടുങ്ങിയ മീനുകൾ മുഴുവൻ മരിച്ച നിലയിൽ മാത്രം പിടിക്കപ്പെട്ടു. കോട്ടയുടെ ഇരുട്ടിനോട് അടുത്ത് നിന്നവർക്ക് ഒരുപോലെ അനുഭവിച്ച മറ്റൊരു കാര്യവുമുണ്ട്. കോട്ടയുടെ അടിയിൽ നിന്ന് മുഴങ്ങുന്ന ഒരു ശബ്ദം, ആരോ മതിലുകൾ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ശബ്ദം. മണ്ണ് ചലിക്കുന്നത് പോലെ, കാലുകൾ വിറങ്ങലിക്കുന്നത് പോലെ. നാട്ടുകാർക്ക് അതറിയാമായിരുന്നു. ക്യാപ്റ്റൻ ഇപ്പോഴും ജീവനോടെ കോട്ടയ്ക്കടിയിൽ കിടക്കുകയാണ്. ചിലർ പറയുന്നത് രാത്രി കോട്ടയുടെ ചുവരുകളിൽ ചുവന്ന പാടുകൾ മാത്രമല്ല, മനുഷ്യരുടെ മുഖങ്ങൾ പോലും കാണാമെന്നാണ്. ആരെങ്കിലും അടുത്തുപോയാൽ ആ മുഖങ്ങൾ വിങ്ങിപ്പൊട്ടുകയും രക്തമൊഴുകുന്നത് പോലെ കാണുകയും ചെയ്യും. ഒരിക്കൽ ഒരു യുവാവ് മതിലിൽ കൈവച്ചപ്പോൾ അവൻ്റെ കയ്യിൽ ചുവന്ന പാടുകൾ പതിഞ്ഞിരുന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ പോലും അത് കഴുകിക്കളയാൻ കഴിഞ്ഞില്ല. കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ മരിച്ചുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കടൽക്കാറ്റിൽ ആരും അറിയാത്ത ഭാഷയിലെ നിലവിളികൾ പതിവായി കേൾക്കപ്പെട്ടു. ചിലർ പറഞ്ഞു അത് പോർച്ചുഗീസ് ഭാഷയിലെ ശബ്ദങ്ങളാണ്. മറ്റുള്ളവർ പറഞ്ഞു അത് മരിച്ച നാട്ടുകാരുടെ നിലവിളിയാണ്. എങ്ങനെയായാലും അത് കേട്ടവർക്ക് ഹൃദയം ഭയത്തിൽ വിറയ്ക്കാതെ ഇരിക്കില്ല. ഇന്നും കോട്ടയ്ക്ക് സമീപം രാത്രി ചെലവഴിക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. നാട്ടുകാർ പറയുന്നു അവിടെ കടന്നാൽ തിരികെ വരില്ല. ഒരു രാത്രിയിൽ ഗ്രാമത്തിൻ്റെ നായ്ക്കൾ എല്ലാം ഒരേ സമയം നിലവിളിക്കുന്നുണ്ടായിരുന്നു. കോട്ടയുടെ ദിശയിൽ നോക്കിക്കൊണ്ടിരുന്നു. ചിലർ പറഞ്ഞു കോട്ടയുടെ മുകളിൽ ചുവന്ന വെളിച്ചം അവർ കണ്ടുവെന്ന്. അത് ഒരു രക്തചന്ദ്രനെ പോലെ കത്തി നിന്നിരുന്നു. ഒരു കഥയിൽ പറയുന്നത് ഒരു വയോധികൻ ബാല്യത്തിൽ കോട്ടയ്ക്കുള്ളിൽ പോയി.
അവൻ പറഞ്ഞു, അവിടെ ഞാൻ കണ്ടത് ഒരു മനുഷ്യനെ മതിലിനോട് ചേർത്തിരിക്കുന്നതായിരുന്നു. കണ്ണുകൾ ചുവന്ന പ്രകാശം പോലെ കത്തിയിരുന്നു. ഞാൻ ഓടി പുറത്തേക്ക് വന്നപ്പോൾ ആരോ എൻ്റെ പേരിൽ വിളിച്ചു. അതിനുശേഷം അയാൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ജീവിച്ചിരുന്നത് മാത്രമായിരുന്നു ഫലം. അങ്ങനെയാണ് ചാവക്കാട് കോട്ട ഇന്നും നിലകൊള്ളുന്നത്, ഭയത്തിൻ്റെ പ്രതീകമായി. മതിലുകളിൽ അടങ്ങിയിരിക്കുന്ന രക്തം ഇന്നും പുതുതായി ഒഴുകുന്നത് പോലെ, രാത്രികളിൽ കേൾക്കുന്ന നിലവിളികൾ ഇന്നും ജീവിച്ചിരിക്കുന്നവയെ പോലെ വിറപ്പിക്കുന്നത് പോലെ. നാട്ടുകാർക്ക് അതൊരു കാര്യമേ ബാക്കിയുണ്ടായിരുന്നു. കോട്ടയുടെ അടിയിൽ ഇപ്പോഴും ഒരാൾ ജീവനോടെ കിടക്കുന്നു. അവൻ്റെ ആത്മാവ് മതിലുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു ദിവസം അവൻ പുറത്തേക്ക് വരും. ആ കോട്ടയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നാട്ടുകാർ വിറയ്ക്കുന്നു. അവർക്ക് പറയാനുള്ളത് ഒരേ ഒരു വാചകം മാത്രമാണ്: കോട്ടയുടെ അടിയിൽ ഇന്നും ഒരാൾ ജീവനോടെ കിടക്കുന്നുണ്ട് എന്ന സത്യം മാത്രം.